സോ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. പ്രോബ്ലത്തിൽ 1/1 into 2 into 3 plus 3/2 into 4 into 2 into 3 into 4 plus 5 divided by 3 into 4 into 5 plus 7 divided by 4 into 5 into 6. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഴുതുന്നത് സ്റ്റാൻഡേർഡ് സീരീസ് ഒന്നും അല്ല ഇത്. സോ നമുക്ക് ഏറ്റവും ബേസിക്കായ ടെസ്റ്റായ കമ്പാരിസൺ ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കാം. സോ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് UN ആണ്. സോ UN ഇവിടെ കണ്ടുപിടിക്കുന്നത് എന്ത് ടൈമാണ്. എന്ത് ടൈം നോക്കിയാൽ ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1357 ആണ്. സോ 1357ൻ്റെ എന്ത് ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം 2n - 1 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ നോക്കിയാൽ 1 2 3 4 നമ്പർ അല്ലേ. 1 2 3 4 എന്ന് വെച്ചാൽ എന്ത് ടൈം എന്തായിരിക്കും വരിക? n ആയിരിക്കും വരിക അല്ലേ. നെക്സ്റ്റ് ടൈം എന്താണ്? 2 3 4 5 അല്ലേ. അതായത് 1 2 3 4നോട് ഒന്ന് കൂട്ടുന്നല്ലേ 2 3 4 5 എന്ന്. അപ്പോൾ എന്ത് ടൈമിനപ്പോൾ എന്തായിരിക്കുക? n × n+1 വരും അല്ലേ. അടുത്ത ടൈം നോക്കി എന്താ വരിക? 3 4 5 6. അപ്പോൾ എന്തായിരിക്കും വരിക? അതിനോട് ഒന്നുകൂടി കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞത് n ആണ്. 2 3 4 5 എന്താണ്? n+1 ആണ്. നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അടുത്ത എന്തായിരിക്കും വരിക? 3 4 5 6 ആണ്. അപ്പോൾ എന്തായിരിക്കും വരിക? n+2 ആയിരിക്കും വരിക. ഓക്കെ, സോ UN കറക്റ്റായി കിട്ടി. UN എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂമറേറ്റർ നോക്കുക, അതിൻ്റെ എന്ത് ടൈം എഴുതുക. 1357 എന്ന് പറയുന്നത് എന്ത് ടൈം AP ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റും 2n - 1. ദെൻ ഡിനോമിനേറ്ററിൽ എത്തിയാൽ 1 2 3 4 ആണ് എന്ത് ടൈം? n ആയിരിക്കും. 2 3 4 5 6 പോവുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? n+1 ആയിരിക്കും. 3 4 5 6 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? n+2 ആയിരിക്കും. അറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? a + n - 1 ഉപയോഗിച്ച് എഴുതാൻ പറ്റും. സപ്പോസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞ ആൻസർ റെഡിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ എന്ത് ടൈമിൽ 1 കൊടുത്താൽ ഫസ്റ്റ് ടൈമും 2 കൊടുത്താൽ സെക്കൻഡ് ടൈമും 3 കൊടുത്താൽ തേർഡ് ടൈമും കിട്ടിയാൽ നമ്മുടെ ശരിയാണ്. സപ്പോസ് നോക്കാം, നമുക്ക് 2 × ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യാം. 2 × 1 2 - 1 1 1 ആണ് ന്യൂമറേറ്റർ. n 1 കൊടുത്തു 1 n+1 2 1+2 3 അല്ലേ. അപ്പോൾ അത് ടൈം റെഡിയാണ്. 2 കൊടുത്തു നോക്കിയും 2 × 2 4 - 1 3 ന്യൂമറേറ്റർ 3 ആണ്. നെക്സ്റ്റ് നോക്കിയേ 2 കൊടുക്കുമ്പോൾ n 2 കൊടുത്തു 2 + 1 3 ആണ്. 2 + 2 4 ആണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ എന്ത് ടൈം നമുക്ക് UN എന്നുള്ള എന്ത് ടൈം സീരീസിന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. UN കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് VN കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. VN കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ ഉള്ളത് ഇക്വേഷൻ എന്താ ഞാൻ പറഞ്ഞത്? VN = എന്തായിരിക്കും? 1/n × r - s. r എന്താണ്? ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രി. എസ് എന്താണ്? ന്യൂമറേറ്റർ ഡിഗ്രി. സോ ഡിനോമിനേറ്റർ ഡിഗ്രി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഈ താഴത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്താൽ ഹയസ്റ്റ് പവർ അല്ലേ, ഹയസ്റ്റ് ഡിഗ്രി എത്ര വരിക? n³ ആണ് വരിക അല്ലേ. n × n × n എന്താ n³. അല്ലെങ്കിൽ നോക്കിയാൽ മതി, ഇവിടെ ഡിഗ്രി 1 ഈ ഡിഗ്രി 1 ഈ ഡിഗ്രി 1 3 ഡിഗ്രിയും കൂട്ടി എത്ര ആയിരിക്കും വരിക? 3 ആയിരിക്കും വരിക അല്ലേ. അപ്പം ഇവിടെ ഡിഗ്രി 3 ആണ്. മേലെ നോക്കിയേ ഹയസ്റ്റ് പവർ n-ൻ്റെ പവർ എത്രയാണ്? 1 ആണ്. കാരണം n മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1 ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും 1/n⁻³ 1 ദാറ്റ് ഈസ് 1/n². അപ്പോൾ 1/n² ആണ് VN കിട്ടിയത് അല്ലേ. ഇവിടെ ഡിഗ്രി 3 ആണ്, ഈ ഡിഗ്രി 2 1 ആണ്. 3 - 1 2 ആണ്. 2 എന്ന് പറയുന്നത് എന്താണ്? P സീരീസിൽ നോക്കുവാണെങ്കിൽ Pൻ്റെ വാല്യൂ എന്താണ്? 1 കൂടുതലാണ്. Pൻ്റെ വാല്യൂ >1 ആണ് അല്ലേ. Pൻ്റെ വാല്യൂ >1 ആണെങ്കിൽ എന്തായിരിക്കും പറയാൻ പറ്റും? അതിനെ കൺവേർജിങ് എന്ന് പറയാൻ പറ്റും. സോ VN എന്താണ്? കൺവേർജിങ് ആണ്. ഒബ്വിയസ്ലി UN എന്ത് തന്നെയായിരിക്കും? കൺവേർജൻ്റ് ആയിരിക്കും. സോ കമ്പാരിസൺ ടെസ്റ്റിൽ UN കൺവേർജ് ചെയ്യാൽ VN കൺവേർജ് ആവും. പക്ഷേ നമ്മളെ ലിമിറ്റും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം. ലിമിറ്റ് n →∞ UN/VN. ഓക്കെ, ഈക്വൽ എന്തായിരിക്കും വരിക? ലിമിറ്റ് n →∞ UN എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ എന്താണ്? 2n - 1 ഡിവൈഡഡ് ബൈ n × n+1 × n+2 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1/n². സോ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ്
n ടെൻസ് ടു ഇൻഫിനിറ്റി. രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 1/n² നേരെ മേലെ എത്തും. അപ്പോൾ എന്തായിരിക്കും വരിക? 2n - 1 ഇൻറ്റു n² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n+1 ഇൻറ്റു n+2 ആയിരിക്കും വരിക അല്ലേ? സോ നമുക്ക് നോക്കാൻ പറ്റും, മേലത്തെ ഡിഗ്രി എത്രയാണ്? 3 താഴെ ഡിഗ്രി ഇപ്പോൾ എത്രയാണ്? 3. കാര്യം ഇവിടെ ഡിഗ്രി എന്താണ്? n2 ഡിഗ്രി 1, 2, 1, 3. അപ്പോൾ നോക്കി എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വെട്ടിക്കളയാം അല്ലേ? ഇവിടെ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ എന്നിനെ പുറത്തേക്ക് എടുത്താൽ ബാക്കിയുള്ളത് 2 - 1/n, ഇവിടെ n² ഉണ്ടാവും, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരിക? n ഇൻറ്റു ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്താൽ 1 + 1/n, ഇവിടെ തന്നെ പുറത്തേക്ക് എടുത്താൽ 1 + 2/n എന്ന് വരും. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ്? 2 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ നോട്ട് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ നോക്കിയേ, ലിമിറ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്ത് തരാം. സോ ലിമിറ്റ് വേണം നമുക്കൊന്നുകൂടെ വൃത്തിയിൽ എഴുതാം. ഒന്നുകൂടെ നമുക്ക് ചെയ്യാൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. സോ 2n - 1 ഇൻറ്റു എന്തെഴുതാൻ പറ്റും? n² ഡിവൈഡഡ് ബൈ n ഇൻറ്റു n+1 ഇൻറ്റു n+2 എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഇവിടുന്ന് എന്നിനെ നമുക്ക് പുറത്തേക്ക് എഴുതാം. അതേപോലെ തന്നെ ഇവിടുന്ന് എന്നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കി മേലെ ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ടാവും. 1 - 1/n n² ഉണ്ടാവും, ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് n ഇൻറ്റു എന്നിനെ പുറത്തേക്ക് എടുത്ത് n ഉണ്ടാവും, ബാക്കി 1 + 1/n പ്ലസ് എന്നിനെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 1 + 2/n. ഓക്കെ, സോ ഇങ്ങനെയുള്ള ടേംസ് ആയിരിക്കും ഉണ്ടാവുക. സോ ദിസ് n will be here, n and n² and n, this gets cancels. So remaining term is 2. So ലിമിറ്റ് എന്താണ്? ലിമിറ്റ് നോൺ സീറോ ആണ്. vn എന്താണ്? കൺവേർജിങ് ആണ്. vn കൺവേർജിങ്ങുമാണ്. അതുപോലെ ലിമിറ്റ് നോൺ സീറോ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും വരിക? കൺവേർജിങ് ആയിരിക്കും വരിക. ഓക്കെ, സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 1/4⁻1 2/7⁻2 3/10⁻3 plus 4/13⁻4. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യനിൽ അപ്പം ഇത് സ്റ്റാൻഡേർഡ് സീരീസ് ഒന്നുമല്ല, അതായത് നമുക്ക് പി സീരീസോ ജോമെട്രിക് സീരീസോ അതോ ഫാക്ടോറിയൽ സീരീസോ ഒന്നുമല്ല. സോ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം. നമുക്ക് ആദ്യം എഴുതാം? എന്ത് ടേം എഴുതാം? സോ u1 = എന്തായിരിക്കും വരെ? u1 എന്ന് പറയുന്നത് നോക്കി, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ന്യൂമറേറ്റർ 1 2 3 4 എന്ത് ടേം എന്തായിരിക്കും? n ആയിരിക്കും അല്ലേ? ഡിവൈഡഡ് ബൈ 4 7 10 13 അല്ലേ? അപ്പോൾ അറിയില്ലെങ്കിൽ 4 7 10 13 4 3 7 7 3 10 10 3 13 ഇത് AP ആണ് അല്ലേ? സോ TN = എന്ത് എഴുതാൻ പറ്റും? 4 + n - 1 ഇൻറ്റു എന്ത് എഴുതാൻ പറ്റും? 3 എഴുതാൻ പറ്റും. സോ 4 + 3n - 3 എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 3n + 1 ആയിരിക്കും എന്ത് ടേം. സോ എന്ത് ടേം എന്തായിരിക്കും വരിക? 3n + 1 ദ ഹോൾ റേസ് ടു ആര് വരുന്നുണ്ട്? പവർ ഉണ്ട് അല്ലേ? സോ എന്തായിരിക്കും വരിക? 1 2 3 4 ആണ് എന്ത് ടേം എന്തായിരിക്കും? n ആയിരിക്കും വരിക. സോ നമുക്ക് നോക്കിയാൽ പറ്റും, ഇവിടെ നോക്കുകയും ഡിഗ്രി നമുക്ക് നോക്കുകയാണ് എന്തായിരിക്കും വരിക? ഈ ഡിഗ്രി കുറഞ്ഞ എത്ര സംഭവിക്കുക? 0 ആയി പോവില്ലേ? സോ നമുക്കിവിടെ കമ്പാരിസൺ ഉപയോഗിക്കാൻ പറ്റുമോ? നോക്കി, ഈ ഡിഗ്രി എത്രയാണ്? 1. ഈ ഡിഗ്രി എത്രയാണ്? 1. സോ 1 - 1 അല്ലേ? 1/n × r - അല്ലെങ്കിൽ ഈ ഡിഗ്രി n, ഈ ഡിഗ്രി n, n - n എന്തായിപ്പോയി? 0 ആയിപ്പോയി അല്ലേ? സോ എന്താണ് ഇവിടെ നമുക്ക് കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സോ സ്റ്റാൻഡേർഡ് സീരീസുമല്ല. ഇപ്പം കമ്പാരിസൺ പറ്റിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്
കോഷീസ് റൂട്ട് ടെസ്റ്റ് ആണ്. എന്താണ് കോഷീസ് റൂട്ട് ടെസ്റ്റ്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un റേസ് ടു 1/n. അതിൻ്റെ വാല്യൂ ഒന്നിൽ കുറഞ്ഞാൽ കൺവേർജൻറ്റ്, ഒന്നിൽ കൂടിയാൽ ഡൈവേർജൻറ്റ്, ഈക്വൽ ടു 1 ആയാൽ ഓസിലേറ്ററി ആയിരിക്കും വരിക. സോ n/3n+1 റേസ് ടു n എന്ന് പറയുന്ന സംഭവം നമുക്ക് ഓർത്ത് വെക്കേണ്ടതാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ടൊരു പവർ വന്നാൽ ആരുപയോഗിച്ചോളുക? കോഷീസ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചോളുക. un/vn, un റേസ് ടു 1/n. ഓക്കെ, സോ ഇത് രണ്ടിനും കോമൺ ആയിട്ടൊരു പവറാണ് n. അപ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് എഴുതാൻ പറ്റും? n/3n+1 റേസ് ടു n. സോ n/3n+1 റേസ് ടു n. അത് നമ്മുടെ എന്തായി? എന്ത് ടേമായി? റേസ് ടു എന്ത് വരണം? 1/n, റേസ് ടു 1/n. കോഷീസ് റൂട്ട് ടെസ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, കോഷീസ് റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ലിമിറ്റ് ചെക്ക് ചെയ്യാം. ലിമിറ്റിൻ്റെ വാല്യൂ ആണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. സോ a റേസ് ടു m ദ ഹോൾ റേസ് ടു n. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. a റേസ് ടു m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m ഇൻറ്റു n ആണ്. ഓക്കെ, സോ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് എഴുതാൻ പറ്റും? n/3n+1 ഇൻറ്റു n ഇൻറ്റു 1/n. ഇപ്പോൾ n ക്യാൻസലായി പോയി അല്ലേ? അപ്പോൾ ബാക്കി എന്തുണ്ട്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/3n+1. n/3n+1. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ പുറത്തേക്ക് എടുക്കുവാണെങ്കിൽ നമുക്ക് 1/3 എന്ന് കിട്ടും ലിമിറ്റ്. ഓക്കെ, 1/3. സോ 1/3 നോട്ട് ഈക്വൽ ടു 0 അല്ലേ? 1/3 എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. 1/3 നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എന്ത് എഴുതാൻ പറ്റും? സോറി, 1/3 നോട്ട് ഈക്വൽ ടു 0 ആണ്. നമുക്ക് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ള കോൺസെപ്റ്റ് അല്ല ഇവിടെ വേണ്ടത്. കോഷീസ് റൂട്ട് ടെസ്റ്റിൽ അത് <1 ആണെന്നത് അല്ലേ? <1 അല്ലേ? സോ ഈ വാല്യൂ <1 ആയതുകൊണ്ട് ഈ ക്വസ്റ്റൻ എന്തായിരിക്കും? കൺവേർജിങ് ആയിരിക്കും. ഓക്കെ, സോ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും കോമൺ പവർ വന്നാൽ ആരുപയോഗിക്കുക? കോഷീസ് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1/2 റേസ് ടു 1 പ്ലസ് 2/3 റേസ് ടു 4 പ്ലസ് 3/4 റേസ് ടു 9 പ്ലസ് 4/5 റേസ് ടു 16. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ എങ്ങനെ ചെയ്യാം? ഇവിടെ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡ് സീരീസ് ആണോ, കമ്പാരിസൺ അപ്ലൈ ചെയ്യാൻ പറ്റുമോ. പിന്നെ അടുത്ത കണ്ടീഷൻ പറഞ്ഞു ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ആയിട്ട് കോമൺ ആയിട്ട് ഒരു പവർ ആണോ. ഇവിടെ നമുക്ക് എന്ത് ടൈം എഴുതി നോക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് വരിക. എന്ത് ടൈം u1 is equal എന്തായിരിക്കും വരിക? u1 is equal to എന്തായിരിക്കും വരിക? 1/1 2 3 4 5 അങ്ങനെ പോയ എന്ത് ടൈം എന്താ പറഞ്ഞത്? n ആയിരിക്കും വരിക. എന്ത് ടൈം is equal to എന്താണ്? n ബൈ അടുത്ത് എന്താണ്? 2 3 4 5 എന്തായിരിക്കും വരിക? n+1 ആയിരിക്കും വരിക അല്ലേ? അപ്പോൾ n/n+1 വന്നു. അടുത്ത് നോക്കേണ്ട എന്താണ്? ന്യൂമറേറ്ററിൻ്റെ ഇപ്പോൾ എഴുതി, ഡിനോമിനേറ്ററിൻ്റെ എഴുതി, അടുത്ത പവറിൻ്റെ ആണ് അല്ലേ? 1 4 9 16 എന്ന് വെച്ചാൽ എന്താണ്? 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ എന്നല്ലേ പോകുന്നത്. അപ്പോൾ എന്ത് ടൈം എന്തായിരിക്കും വരിക? n² ആയിരിക്കും അല്ലേ? സോ n² എഴുതി. സോ u1 is equal to n divided by n+1 raised to n² എന്ന് കിട്ടി. സോ എന്താണത്? അത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയിട്ടൊരു പവർ n² ആണ്. അതായത് കോമൺ ആയിട്ട് ഹയർ പവർ വന്നാൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരാണ്? കോഷീസ് റൂട്ട് ടെസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. കോഷീസ് റൂട്ട് ടെസ്റ്റിനകത്ത് എന്താ പറയുക? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി u1 raised to 1/n അല്ലേ? സി ഈക്വൽ ടു എന്തായിരിക്കണം? ലെൽ. നമുക്ക് ചെക്ക് ചെയ്യാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് എഴുതാം? n/n+1 the whole raised to n² the raised to the whole to the power of 1/n. സോ u എന്ന് പറയുന്നത് ഇതാണ്, അതിൻ്റെ പവർ 1/n അല്ലേ? അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n/n+1 the whole raised to n എന്നായി. ഈ n² എന്നും ക്യാൻസൽ ആയിപ്പോയി. സോ വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് വരുന്നു?
n by n plus 1. So n raised to n divided by n plus 1 raised to n plus 1 raised to n. So നമുക്ക് എഴുതാൻ പറ്റും ലിമിറ്റ് n tends to infinity, n tends to infinity, n raised to n into, ഇവിടെ ഞാൻ ഇതിനെ പുറത്തേക്ക് എടുക്കുകയാണ്, n raised to n into 1 plus 1 by n raised to n. 1 plus 1 by n raised to n. So n raised to n cancels. So ഞാൻ ലിമിറ്റ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു, ലിമിറ്റ് ഇൻഡിക്കേഷൻ പഠിക്കാനുള്ളത് ലിമിറ്റ് n tends to infinity 1 plus 1 by n the whole raised to n എന്താണ്, e എന്നാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, 1 by e എന്ന് കിട്ടി. സോ 1 by e is equal to, അതിൻ്റെ വാല്യൂ ഒന്നിൽ കുറവാണ്, അതുകൊണ്ട് എന്തായിരിക്കും ഇത് കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നോക്കുക, 1 by 2 raised to 1, 2 by 3 raised to 4, 3 by 4 raised to 9, 4 by 5 എന്ന് എഴുതിയാൽ nth ടൈം വരുന്നത് എന്താണ്, n by n plus 1 raised to n സ്ക്വയർ ആണ്. സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ആയുള്ള പവർ വന്നു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ കോഷ്യസ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുക. കോഷ്യസ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. എന്താണ്, 1 പ്ലസ് ലിമിറ്റ് n tends to infinity 1 plus 1 by n the whole raised to n is equal to എന്താണ്, e എന്ന ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്തത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 by 1 plus 2 square by 2 plus 2q by 3 plus etc. Okay. So 2 by 1 plus 2 square by 2 plus 2q by 3 plus 2 raised to 4 by 4 plus etc. എന്ന ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഒബ്വിയസ്ലി എല്ലാ പ്രോബ്ലം ചെയ്യുന്ന പോലെ UN is equal നമുക്ക് എഴുതാൻ പറ്റും 2 raised to n divided by n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, റേഞ്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, സോറി ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സീരീസ് അല്ല, പിന്നെ ഇതിൻ്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുമോ, n 2 raised to n ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആറും എസും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെന്ത് എഴുതാൻ പറ്റും, കോമൺ പവർ ഉണ്ടോ നോക്കി, ഇല്ല അല്ലേ, കോമൺ പവർ ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി കമ്പാരിസൺ ചെയ്തു, സ്റ്റാൻഡേർഡ് അല്ല കോഷ്യസ് റൂട്ട് ടെസ്റ്റ് ചെയ്തു. ഇനി നമുക്കുള്ള ടെസ്റ്റാണ് ഡി-ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ്. സോ ഡി-ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് അഥവാ റേഷ്യോ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, UN plus 1 divided by UN അല്ലേ, UN plus 1 divided by UN is equal to L. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ലിമിറ്റ് n tends to infinity എന്താണ്, ലിമിറ്റ് n tends to infinity UN plus 1 by UN, അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം, ലെസ് ദാൻ 1 ഗ്രേറ്റർ ദാൻ 1 ഓർ ഈക്വൽ ടു 1 ആണ് ചെക്ക് ചെയ്യണം. സോ നമ്മളിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നമുക്ക് UN plus 1 എന്ന വാല്യൂ കണ്ടുപിടിക്കുന്നതിന് നോക്കാം. സോ UN is equal to 2 raised to n divided by n ആണെങ്കിൽ UN plus 1 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എവിടെയൊക്കെ n ഉണ്ടായിരുന്നോ അവിടെയൊക്കെ എന്ത് കൊടുത്താൽ മതി, n plus 1 കൊടുത്താൽ മതി. സോ 2 raised to n plus 1 divided by എന്ത് എഴുതാൻ പറ്റും, n plus 1 എന്ന് എഴുതാൻ പറ്റും. 2 raised to n divided by എന്ത് എഴുതാൻ പറ്റി, n plus 1. ഓക്കെ, സോ 2 raised to n plus 1 divided by നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 2 raised to n plus 1 നമുക്ക് മാറ്റി എഴുതാം. a raised to m into a raised to n എന്താ പഠിച്ചത്, a raised to m plus n എന്നല്ലേ പഠിച്ചത്. സോ a raised to m plus n നമുക്ക് തിരിച്ചെഴുതി കൂടെ, a raised to m into a raised to n എന്ന്. സോ അങ്ങനെ എഴുതാൻ പറ്റും 2 raised to n into 2 raised to 1 divided by n plus 1 എഴുതി കൂടെ, അങ്ങനെ എഴുതി. ഓക്കെ, സോ നമുക്കിനി ലിമിറ്റ് കൊടുക്കാം, ലിമിറ്റ് n tends to infinity. ഓക്കെ, അതായത് നമുക്ക് കോമൺ ആയിട്ടുള്ള പവർ അല്ല, ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതുപോലെ സ്റ്റാൻഡേർഡ് സീരീസ് അല്ലെങ്കിലാണ് അതിലേക്ക് പോവുക, ഈ ഡി-ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റിലേക്ക് പോവുക. റേഷ്യോ ടെസ്റ്റ് എന്താ പറയുന്നത്, ലിമിറ്റ് n tends to infinity UN plus 1 divided by UN, UN plus 1 divided by UN is equal എന്തായിരിക്കും വരിക, ലിമിറ്റ് n tends to infinity UN plus 1 എന്താ കിട്ടിയത്, 2 raised to n into 2 into n plus 1 divided by ആര് വരുന്നു, 2 raised to n by n. ഓക്കെ, സോ ലിമിറ്റ് n tends to infinity എന്തായിരിക്കും വരിക, 2 raised to n into 2 by n plus 1 into n divided by 2. So 2 raised to n into
2 raised to n. So this get cancels. So we get 2n divided by n plus 1. So 2n divided by n plus 1 എന്ന് കിട്ടി. So ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ n പുറത്തേക്ക് എടുക്കുക. So 2 into n into n പുറത്തേക്ക് എടുത്താൽ 1 plus 1 by n എന്ന് വരും. Okay, 1 plus 1 by n വരും. This cancels. We get 2. So 2 എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതലാണ്. 2 ഒന്നിൽ കൂടുതലായതുകൊണ്ട് ഇതെന്തായിരിക്കും, ഇത് ഈ സീരീസ് എന്തായിരിക്കും, ഡൈവേർജിങ് സീരീസ് ആയിരിക്കും. ഓക്കെ, ഡൈവേർജിങ് സീരീസ്. സോ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് ഡി-ആലംബേർട്സ് ഉപയോഗിക്കുക? ഡി-ആലംബേർട്സ് ഉപയോഗിക്കുന്നത് നമുക്ക് കമ്പാരിസണും ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യന് നമ്മുടെ കോഷ്യസ് റൂട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ആരുപയോഗിക്കുന്നത്, ഈ ഡി-ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ഡി-ആലംബേർട്സ് റേഷ്യോ ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ചോദ്യങ്ങളും ലെറ്റ് എക്സാമിന് വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യങ്ങളും ഡി-ആലംബേർട്സ് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഡി-ആലംബേർട്ട് ടെസ്റ്റ് വരെ നിങ്ങൾ മാക്സിമം പഠിച്ചാൽ മതിയാവും. റാബീസ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ സാധാരണ നമുക്ക് ചോദ്യങ്ങളായിട്ട് ഒബ്ജക്റ്റീവ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. സോ ഈ 3 ടെസ്റ്റ് നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ലെറ്റ് എക്സാമിനേഷനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടുണ്ട്, ഈ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന കോൺസെപ്റ്റ്. അതായത് ഏത് റീജിയൻ ഓഫ് എക്സിലാണ് ഇത് കൺവേർജ് ആകുന്നത് എന്നുള്ളതും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് മുമ്പായിട്ട് ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ 2-3 ക്വസ്റ്റ്യൻസ് കൊണ്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ ഇൻ്റർവെൽ ഓഫ് കൺവേർജൻസ് കൺസെപ്റ്റ് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച സീരീസുകളൊക്കെ പോസിറ്റീവ് സീരീസുകളുടെ കൺവേർജൻസ് ആയിരുന്നു. ഇനി ഓൾട്ടർനേറ്റിംഗ് സീരീസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് ചെയ്യുന്നത് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ നമുക്ക് പ്രോബ്ലംസ് വരുന്നത്, ഓൾട്ടർനേറ്റിങ്ങിൽ മെയിനായിട്ടും കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ, പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ്, കണ്ടീഷണലി കൺവേർജൻ്റ്, ഈ കാര്യങ്ങളാണ് വരിക. സോ നമുക്ക് ആദ്യം ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ നോക്കാം. 1 minus 1/2 plus 1/3 minus 1/4 plus 1/5 plus etc. ഈ ക്വസ്റ്റ്യൻ കിട്ടി വിചാരിച്ചു. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം എൻ്റെ എന്ത് ടേം എഴുതണം. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്നത് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയാണ് വരിക. ഓൾട്ടർനേറ്റ് നെഗറ്റീവ് വരുന്ന സംഭവമാണ് ഓൾട്ടർനേറ്റീവ് സീരീസ് അറിയുക. സോ ഇവിടുത്തെ എന്ത് ടേം സാധാരണ നമ്മൾ പോസിറ്റീവ് സീരീസ് എഴുതിയ പോലെ തന്നെയാണ്. സോ ഇത് 1/n ആണ് അല്ലേ. സോ 1/n ആയതുകൊണ്ട് UN is equal to 1/n എന്ന് തന്നെ എഴുതാം. ഓക്കെ, പക്ഷേ ഈ സൈൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ജനറൽ ടൈമായിട്ട് -1 raised to n-1 എഴുതാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഓൾട്ടർനേറ്റിംഗ് സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വരുന്നത്. സോ കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരേ ഒരു ടെസ്റ്റാണുള്ളത്, ലേബിനിസ് ടെസ്റ്റാണുള്ളത്. സോ ലേബിനിസ് ടെസ്റ്റ് പറയുന്നത് എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN is equal to എന്തായിരിക്കണം, 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, UN should be greater than UN plus 1 ആയിരിക്കണം. ഈ 2 കണ്ടീഷൻ ശരിയായാൽ അത് ഓൾട്ടർനേറ്റിംഗ് സീരീസ്, ആ ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയാൽ അത് ഓസിലേറ്ററി ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും, ഫസ്റ്റ് നമുക്ക് നോക്കാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN എന്ന് നോക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN എന്താണ് ഇവിടെ വരുന്നത്, 1/n അല്ലേ. സോ 1/n, സോ 1/∞ എന്താണ്, 0 അല്ലേ. സോ ആദ്യത്തെ കണ്ടീഷൻ റെഡിയായി. ഇപ്പോൾ 2 കണ്ടീഷനാണുള്ളത്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN is equal to 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, UN ഷുഡ് ബി ഗ്രേറ്റർ ദാൻ UN plus 1 ആയിരിക്കണം. സോ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കേണ്ടത് UN ഷുഡ് ബി ഗ്രേറ്റർ ദാൻ UN plus 1. അതായത് എന്ത് ടേം എന്ന് പറയുന്നത് n+1 ടേമിനെക്കാട്ടിലും വലുതായിരിക്കണം. സോ നമുക്ക് നോക്കാം, ഒന്നാമത്തെ ടേം നോക്കി U1 എന്ന് പറഞ്ഞ എത്രയാണ്, ഇവിടെ 1 ആണ് അല്ലേ. U2 എത്രയാണ്, U2 1/2 ആണ് അല്ലേ. U3 എത്രയാണ്, 1/3 ആണ്. U4 എത്രയാണ്, 1/4 ആണ്. എങ്ങനെയാണ് പോകുന്നത് അല്ലേ. നോക്കിയേ, 1 കുറവാണ് അര, അതിലും കുറവാണ് 1/3, അതിലും കുറവാണ് 1/5. സോ നമുക്ക് എഴുതാൻ പറ്റും, നമുക്കെങ്ങനെ എഴുതാൻ പറ്റുന്നത്, 1/1 ഈസ് ലെസ് ദാൻ ഗ്രേറ്റർ 1/2 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/3. സോ ഒബ്വിയസ്ലി U1 ഈസ് ഗ്രേറ്റർ ദാൻ U2, U3 അങ്ങനെ പോവുകയാണെങ്കിൽ
u1 ഷുഡ് ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും u1 + 1 ആയിരിക്കും. ഓക്കെ, സോ ഒന്നാം ടേമിനേക്കാൾ വലുതാണ് ചെറുതാണ് രണ്ടാം ടേം, അതിലും ചെറുതാണ് മൂന്നാം ടേം. അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ടേമിനെക്കാട്ടിലും ചെറുതായിരിക്കും n+1 ടേം. സോ അവിടെ ഈ കണ്ടീഷൻ ശരിയായി. അപ്പോൾ രണ്ട് കണ്ടീഷനും ശരിയായതുകൊണ്ട് ഇതെന്തായിരിക്കും, അതൊരു കൺവേർജിങ് സീരീസ് ആയിരിക്കും. സോ ഒന്നുകൂടെ ഞാൻ പറയാം, ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ട് നെഗറ്റീവ് വരുന്ന സീരീസുകളാണ്. ഒന്നിടവിട്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ 1 കഴിഞ്ഞ് നെഗറ്റീവ്, 1/3 കഴിഞ്ഞ് നെഗറ്റീവ്, അങ്ങനെ പോകുന്ന സീരീസുകളാണ്. അപ്പോൾ അതിൻ്റെ എന്ത് ടേം എന്ന് പറഞ്ഞാൽ u1 = എന്താണ്, -1 raised to n - 1 1/n ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും, ഇവിടെ നമ്മൾ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് കണ്ടീഷൻസ് എഴുതാൻ പറ്റും. ഫസ്റ്റ് കണ്ടീഷൻ u1 ഷുഡ് ബി ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി u1 = 0. പിന്നെയുള്ള കണ്ടീഷൻ u1 ഷുഡ് ഗ്രേറ്റർ ദാൻ u1 + 1 ആണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു, അത് 0 ആണ്, അതുകൊണ്ടത് സെക്കൻഡ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യാം. ഒന്നാമത്തെ ടേം ഇവിടെ എന്താണ്, 1 ആണ്, രണ്ടാമത്തെ ടേം 1/2 ആണ്, മൂന്നാമത്തെ ടേം 1/3 ആണ്, നാലാമത്തെ ടേം 1/4 ആണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എന്ത് ടേമിനെക്കാട്ടിലും ചെറുതാണ് n+1. അതല്ലേ, n+1 കുറഞ്ഞു പോകണം. സീരീസ് കുറഞ്ഞു പോകുന്നുണ്ട്, ഇവിടെ കുറഞ്ഞാണ് പോകുന്നത്. അതുകൊണ്ട് എന്താണത്, സീരീസ് കൺവേർജൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷനോടെ ഫെയിലായാൽ ആ സീരീസ് ഓസിലേറ്ററി ആയിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. സോ 1 - 1/8 plus 1/27 minus 1/64. Okay, so 1 minus 1/8 plus 1/27 minus etc. ഈ ക്വസ്റ്റ്യൻ കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാം. സോ നമുക്കിവിടെ ചെക്ക് ചെയ്യാനായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താണ്, ഇത് എന്ത് ടേം ഫൈൻഡ് ഔട്ട് ചെയ്യുക. എന്ത് ടേം u1 = എന്തായിരിക്കും വരിക, ഒന്നാമത്തെ ടേം എന്തായിരിക്കും വരിക 1/1. അത് രണ്ടാമത്തെ ടേം എന്താണ്, 8 ആണ്. 1 8 27 24 എന്ന് വെച്ചാൽ എന്താണത്, 1ൻ്റെ ക്യൂബ് 2ൻ്റെ ക്യൂബ് 8, 3ൻ്റെ ക്യൂബ് 27, 4ൻ്റെ ക്യൂബ് 64. അങ്ങനെയാണ് എന്തായിരിക്കും വരിക, 1/n³ ആണ്, 1/n³. സോ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയതുകൊണ്ട് ജനറൽ ടൈം അപ്പോഴും എന്തുണ്ടാവും, -1 raised to n - 1 ഉണ്ടാവും. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് നമുക്ക് 1 - 1 raised to 1/n 1/ എന്താണ് n³ എന്ന് കിട്ടി. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ രണ്ട് കണ്ടീഷൻസ് അത് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി u1 = ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് എഴുതിയാൽ മതി, ഈ -1 raised to n - 1 എഴുതുന്നില്ല, ലിമിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ 1/n³ എന്തായിരിക്കും വരിക, 1/∞ which is equal to 0. ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, u1 ഈസ് ഗ്രേറ്റർ ദാൻ u1 + 1 ആണോ നോക്കണം. അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടേബിളിൽ എഴുതുക, u1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 1, u2 എത്രയാണ് 1/8, u3 എത്രയാണ് 1/27. സോ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഒന്നിനെക്കാട്ടിലും ചെറുതാണ് 1/8, അതിലും ചെറുതാണ് 1/27, സോ ഓൺ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു അല്ലേ. സോ u1-നേക്കാട്ടിലും വലുതാണ് അല്ലേ, അത് u2 അതിൽ u3-നേക്കാട്ടും വലുതാണ്. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോയാൽ എങ്ങനെയായിരിക്കും വരിക, u1 ഷുഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n+1. ഈ ടേമുകൾ കുറഞ്ഞാണ് പോകുന്നത്. അങ്ങനെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. സോ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് കൊണ്ട് അതെന്ത് സീരീസാണ്, കൺവേർജിങ് സീരീസാണ്. സോ ഇതാണ് നമുക്ക് ഓൾട്ടർനേറ്റീവ് സീരീസ് എന്ന് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസിൽ മറ്റൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജിങ് ആണോ കണ്ടീഷണൽ കൺവേർജിങ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ അബ്സല്യൂട്ട്ലി കൺവേർജിങ്ങും കണ്ടീഷണൽ കൺവേർജിങ്ങും ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് അത് ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആ സീരീസിലെ പോസിറ്റീവ് ആക്കിയ ശേഷം ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ രണ്ടും കൺവേർജിങ് ആണെങ്കിൽ നമ്മൾ അബ്സല്യൂട്ട് എന്ന് പറയും. ശരി, ക്വസ്റ്റ്യനിലേക്ക് വരാം. 1/1 1/2² + 1/3² - 1/4² + എക്സെട്ര എന്ന സീരീസാണ്. ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണോ
അതോ കണ്ടീഷണൽ കൺവേർജൻ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഓർ കണ്ടീഷണലി കൺവേർജൻ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും കണ്ടീഷണലി കൺവേർജൻറ്റും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഓസിലേറ്ററി സീരീസ്, ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻ്റ് ആണെന്ന് നോക്കണം. സോ നമുക്ക് പറയാൻ പറ്റണം രണ്ട് കണ്ടീഷൻ ഉണ്ട്, കണ്ടീഷണലി കൺവേർജൻറ്റ് അബ്സല്യൂട്ട്ലി കൺവേർജൻറ്റും സിഗ്മ യുവനും മോഡ് സിഗ്മ യുവൻ ഇത് രണ്ടും കൺവേർജൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും അത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. സോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് മോഡ് യു എൻ. സോ മോഡ് യു എന്ന് പറയുന്ന അതാണ് ഓൾട്ടർനേറ്റീവ് സീരീസ് ആണ് അല്ലേ. സോ അത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ യു എൻ ഇസ് ഈക്വൽ ടു എന്താ യു എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ എങ്ങനെ സ്ക്വയേഴ്സ് ആയിട്ടാണ് പോകണം അല്ലേ. അപ്പോൾ എന്താ 1/n² വരും. സോ -1 raised to n - 1 1/n² എന്ന് വരും അല്ലേ. സോ മൈനസ് യു എൻ ഇസ് ഈക്വൽ എന്ത് എഴുതും 1/n² -1 raised to n - 1. ഓക്കെ. സോ നമുക്ക് ആ എഴുതി. അപ്പോൾ നമുക്ക് എന്താ ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un is equal to 1/n² ലിമിറ്റ് 1/∞ 0 റെഡിയാണ് അല്ലേ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ശരിയായി. അടുത്ത കണ്ടീഷൻ എന്താണ്? അത് un ഗ്രേറ്റർ ദാൻ un + 1 നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും u1 is equal to എത്രയാണ് u1 is equal to 1, u2 എത്രയാണ് 1/2² 1/4, u3 എത്രയാണ് 1/9 അല്ലേ. കുറഞ്ഞാണ് പോണത് അല്ലേ. അപ്പോൾ u1-നേക്കാട്ടിലും കുറവാണ് u2, അതിലും കുറവാണ് u3. അങ്ങനെ ഒബ്വിയസ്ലി എന്തായിരിക്കും u1 ഈസ് ഗ്രേറ്റർ ദാൻ un + 1 ആണ്. അപ്പോൾ രണ്ട് കണ്ടീഷനും ഇവിടെ ശരിയായി. സോ u1 is equal to എന്താണ് പറയാൻ പറ്റും കൺവേർജൻ്റ് എന്ന് പറയാൻ പറ്റും. സോ അബ്സല്യൂട്ട് ആണോ കണ്ടീഷനാണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഈ ഓൾട്ടർനേറ്റീവ് സീരീസ് എന്താണ് കൺവേർജൻ്റ് ആണ്. അത് നമുക്ക് അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കണ്ടീഷണലി കൺവേർജൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോഡ് un കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ ഇതിലെ നെഗറ്റീവ് ഒക്കെ എന്താക്കുക പോസിറ്റീവ് ആക്കുക. സോ 1/2² + 1/3² 1/4² + എക്സെട്ര എന്ന് എഴുതാൻ പറ്റും. ഓക്കെ. അതായത് മോഡ് un എന്ന് പറയുന്നത് എന്താണ് സിംപ്ലി നമുക്ക് കണ്ടാൽ മനസ്സിലാവുക എന്താണ് സിഗ്മ 1/n² ആണ്. അതൊരു പി സീരീസ് ആണ്. പി സീരീസ് എന്ന് വെച്ചാൽ എന്താണ് പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും അത് പിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്തായിരിക്കും വരിക അത് കൺവേർജൻ്റ് ആയിരിക്കും. സോ ഇതും കൺവേർജൻ്റ് ആണ്, ഇതും കൺവേർജൻ്റ് ആണ്. അതായത് un കൺവേർജൻ്റ് ആണ്, അതുപോലെ തന്നെ മോഡ് un കൺവേർജൻ്റ് ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്തായിരിക്കും അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ. അബ്സല്യൂട്ട്ലി കൺവേർജൻസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. 1/1 - 1/√2 + 1/√3 + 1 - 1/√4 + 1/√5 + എക്സെട്ര. ഓക്കെ. സോ ഇത് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ഓർ കണ്ടീഷണലി കൺവേർജൻ്റ് ചെക്ക് ചെയ്യാൻ പറയാണ്. അബ്സല്യൂട്ട്ലി ആണോ കണ്ടീഷണലി ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണൽ കൺവേർജൻസും നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് സീരീസിൻ്റെ ടെസ്റ്റും ചെയ്യണം, അതുപോലെ തന്നെ അത് സ്റ്റാൻഡേർഡ് സീരീസ് ആണെന്ന് നോക്കിയാലും മതി. അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് സീരീസിൻ്റെ ടെസ്റ്റും ചെയ്യണം. സോ നമുക്ക് അതിൻ്റെ എന്ത് ടൈം എഴുതാം. un is equal എന്തായിരിക്കും വരിക -1 raised to n - 1 1/√n എന്ന് വരും. ഓക്കെ. -1 raised to n - 1 1/√n വരും. So which is equal to -1 raised to n - 1 1/√n എന്ന് വരും. ഓക്കെ. സോ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ u1 is equal to 1, u2 is equal to 1/√2, u3 is equal to 1/√3. സോ എന്ത് എഴുതാൻ പറ്റും ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി un is equal to ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/√n എഴുതാം അല്ലേ. അപ്പോൾ എന്തായത് 0 ആയി. ഓക്കെ. എന്ത് ടൈം 1/√n ആണ്. അപ്പോൾ എന്താ ലിമിറ്റ് കൊടുത്താൽ എന്താ 0 ആണ്. ഇനി അടുത്ത് നോക്കിയേ ഇവിടെ ലിമിറ്റ് നോക്കിയേ വാല്യൂസ് എങ്ങനെയാണ് പോകുന്നത്. u1-ൻ്റെ വാല്യൂ 1, u2-ൻ്റെ വാല്യൂ എന്താണ് 1/√2, u3 എത്രയാണ് 1/√3. സോ u1 u2 u3 എക്സെട്ര എങ്ങനെ പോലെ കുറഞ്ഞല്ലേ പോണേ. ഒബ്വിയസ്ലി un എന്തായിരിക്കും un + 1-നെക്കാട്ടിലും
ചെറുതായിരിക്കും. സോ രണ്ട് കണ്ടീഷനും ശരിയായി. അപ്പം ഓൾട്ടർനേറ്റിംഗ് സീരീസ് U1 എന്ന് പറയുന്നത് എന്താ ഇവിടെ കൺവേർജിങ് ആണ്, ഇത് കൺവേർജൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അബ്സലൂട്ട് കണ്ടീഷനിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ സീരീസിനെ പോസിറ്റീവ് ആക്കിയിട്ട് ചെക്ക് ചെയ്യണം. അതായത് സിഗ്മ മോഡ് U1 ചെക്ക് ചെയ്യണം. അതായത് 1 + 1/√2 1/√3 1/√4 എക്സെട്ര ഇതിനെ കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അത് ചെക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? അതിന് എന്ത് ടൈം പറഞ്ഞാൽ 1/√n ആണല്ലോ, അത് വെച്ചാൽ 1/n⁻1/2 ആണല്ലോ. പി സികൾ എത്രയാണ്? പി സികൾ എത്രയാണ്? 1/2. പിൻ്റെ വാല്യൂ എത്രയാണ്? 1 കുറവാണ്. അതുകൊണ്ട് ഇതെന്തായിരിക്കും? ഡൈവേർജൻ്റ് ആയിരിക്കും. പി സീരീസിലെ പിൻ്റെ വാല്യൂ 1 കുറഞ്ഞാൽ എന്തായിരിക്കും? അത് ഡൈവേർജൻ്റ് ആയിരിക്കും. സോ ഈ സീരീസ് ഡൈവേർജൻ്റ്, ഈ സീരീസ് കൺവേർജൻ്റ്. അതായത് ഓൾട്ടർനേറ്റീവ് സീരീസ് കൺവേർജൻറ്റും അതായത് ഈ പോസിറ്റീവ് സീരീസ് ഡൈവേർജൻ്റ് ആകുന്ന കേസിൽ നമുക്ക് പറയാൻ പറ്റും എഫക്റ്റീവ്ലി എന്തായിരിക്കും? അബ്സല്യൂട്ട് കൺവേർജൻസ് ഉണ്ടാവില്ല, കണ്ടീഷണൽ കൺവേർജൻസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഉത്തരം വരിക കണ്ടീഷണൽ കൺവേർജൻസ് ആയിരിക്കും വരിക. ഓക്കെ, ഇത്രയാണ് ഇൻഫൈനൈറ്റ് സീരീസിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ടെസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ.